ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നന്നായി ചെയ്തതാണല്ലോ ഇപ്പോൾ ഇതിൽ പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ഞാൻ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഓടിയെത്തൂല്ലോ. അവിടെ ഉള്ള ഈ സിനിമ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ സിനിമ ലവ് ജിഹാദ് ചർച്ച ചെയ്യുന്ന ഒരു സമയം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. ലവ് ജിഹാദ്, ഈ മതം നോക്കി സ്ത്രീകളുടെ വിവാഹം, പെൺകുട്ടികൾ. അതിൽ ജോയേട്ടൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗൊക്കെ സെൻസർ ബോർഡ് കട്ട് ചെയ്തു, കട്ടിങ്ങിലേക്ക് പോയി. അത് ബിഷപ്പ് ഹൗസിൽ വെച്ച് പറയുന്നൊരു ഡയലോഗാണ്. ആ ഡയലോഗ് എന്താണ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിരുന്നു. നമ്മുടെ പെൺകുട്ടികളെ ആരെങ്കിലും കൈവീഴ്ത്തി വിളിച്ചാൽ പോകുന്നവരാണ്. പക്ഷെ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് കുറച്ച് ഡയലോഗ് ഉണ്ടായിരുന്നു. മമ്മൂട്ടിയൊക്കെ എടുത്ത് നമ്മളെ തെലങ്കാന ജുബ്ബ. ഈ നമ്മളിപ്പോൾ ഈ നമ്മളുടെ പിതാക്കന്മാർ കാടും മലയും കയറി ബുദ്ധിമുട്ടി വെട്ടി വെളുപ്പാക്കി കൃഷി ചെയ്ത് കപ്പയും കാച്ചിലും കൃഷി ചെയ്ത് ബുദ്ധിമുട്ടി വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടി ജീവിതം നിലനിർത്തി അവരുടെ പുതിയ തലമുറയിലുള്ളവർക്ക് സിൽക്ക് ജുബ്ബയും സ്വർണ്ണ ചെയിനും പത്രാസും മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പുള്ള പിതാക്കന്മാരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല. ഇവർ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു നേഴ്സിനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരെങ്കിലും കല്യാണം കഴിക്കുകയും ഇവിടെ വന്ന് പത്രാസ് കാണിക്കുകയും ചെയ്യും.